എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പൊ റിവ്യൂ കേട്ടാലോ? അങ്ങനെ നമ്മുടെ സഹദേവനും ഭാര്യയും കൂടെ പൂർണിമയോട് സഞ്ജയെ പറ്റി ഇങ്ങനെ മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവര് ബെഡ്റൂമിൽ പോയതിനു ശേഷം പൂർണിമയ്ക്ക് അത് ഏറ്റിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. കാരണം പൂർണിമയ്ക്ക് സഞ്ജയോട് ഇപ്പോഴും ഒരു ഇഷ്ടം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഇഷ്ടത്തെ ഇല്ലാതാക്കിയാണ് സഹദേവനും ഭാര്യയും കൂടെ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നമ്മള് ഇനിയും ഇതിനു വേണ്ടി പിന്തുടരണം, എന്നിട്ട് വേണം നമുക്ക് ഈ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ എന്റെ കയ്യിലാക്കാൻ വേണ്ടിയിട്ടെന്ന്. ഈ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ സഹദേവന് വേണമെന്നുണ്ട്. അപ്പൊ ഈ പൂർണിമയെ പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇത് തന്റെ പേരിൽ അല്ല തന്നിലേക്ക് അടുക്കുകയുള്ളെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം പൂർണിമയുടെ അധികാരത്തിലാണ് ആ ഇന്ദ്രപ്രസ്ഥം വീട് മുഴുവൻ കൊണ്ടു നടക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ പൂർണിമയെ ഇല്ലാതാക്കി കഴിഞ്ഞാല് അതിന് വേറൊരു അവകാശി വരത്തില്ല. സഞ്ജയുമായിട്ട് വേർപിരിയാൻ വേണ്ടി അവർ നിർബന്ധം വെക്കുന്നത് അതുകൊണ്ട് തന്നെ. ഇപ്പൊ സഞ്ജയ് ഓൾറെഡി ഇന്ദ്രപ്രസ്ഥത്തിലെ മരുമകൻ തന്നെയാണ്. അവര് ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഞ്ജയ്ക്ക് ആ സ്വത്ത് പോകുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് സഞ്ജയ് പൂർണിമയും വേർപിരിക്കുക എന്നതാണ് സഹദേവന്റെയും ഭാര്യയുടെയും മെയിൻ ഉദ്ദേശം. അപ്പൊ അവരതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിരണും ദുർഗയാണെങ്കിൽ റൂമിന്റെ അകത്ത് നിന്ന് പറയാണ്, ചെറിയച്ചൻ പറഞ്ഞത് മോശമായി, അങ്ങനെയൊന്നും പറയരുതായിരുന്നല്ലേ, പൂർണിമേച്ചിക്ക് വിഷമായിട്ടുണ്ടെന്ന് പറയേ. പെട്ടെന്ന് കിരണം പറയും, നമുക്ക് ചേച്ചിയുടെ അടുത്ത് പോയാലോ എന്ന്. അപ്പൊ ദുർഗ പറയും, ഞാനും അത് ആലോചിച്ചേ ഉള്ളൂ, നമുക്ക് എന്തായാലും ചേച്ചിയുടെ അടുത്ത് പോകാന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പൂർണിമയുടെ അടുത്തേക്ക് ചെല്ലും. ചേച്ചി ചെറിയച്ഛൻ പറഞ്ഞത് പൂർണിമേച്ചിക്ക് വിഷമായി എന്ന് ചോദിക്കുക. അപ്പൊ പറയാം, എന്തിന്, ഞാൻ എന്തിന് വിഷമിക്കണം എന്ന് ചോദിക്കുക. അല്ല, ഞങ്ങൾക്കറിയാം സഞ്ജയ് ഏട്ടനോട് പൂർണിമേച്ചിക്ക് നല്ല സ്നേഹമുണ്ടെന്ന്. അപ്പൊ പറയാം, അതൊക്കെ വിട്ട കാര്യമാണ്, ഇനി അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. ഞാനിപ്പോ എന്റെ മോളുടെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ, അതിന്റെ ഇടയിൽ ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയുകയാണ്. അങ്ങനെ പൂർണിമ പറയാം, അതൊക്കെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പൂർണിമ അങ്ങ് പോവുക. അപ്പോഴാണ് പൂർണിമയുടെ അമ്മ അതുവഴി നടന്നു വരുന്നത്. അപ്പൊ അവര് പറയും, ഇനി സഞ്ജയെ പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും പൂർണിമ അത് വിശ്വസിക്കത്തില്ല. സഞ്ജയ് അത്രയും നല്ല സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് സഞ്ജയ് ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലെന്ന് പൂർണിമയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവന്റെ സ്വഭാവം, അവന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത മാത്രമാണ്, അതവൻ തിരുത്തുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയാണ്. അപ്പം ഇവര് പറയാം, അവരിനി എന്തെങ്കിലും ഒന്നിക്കുക, അതൊന്നും നമുക്ക് അറിയത്തില്ല, ഇനി അങ്ങനെ നടക്കുമെന്നും അറിയില്ല എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ പൃഥ്വി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മേനോൻ വിളിക്കുന്നത് ഇന്ന് ആൾക്കാര് അമ്പലത്തിൽ കയറി വിഗ്രഹം എടുക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പം പൃഥ്വി പെട്ടെന്ന് പറയും, അയ്യോ ദൈവമേ, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഈ ഗുണ്ടകൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ കയറി, ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ കയറി, ആദ്യം ഇവരുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമാണ് മോഷ്ടിക്കുന്നത്. അങ്ങനെ രണ്ടുപേര് കൂടി ചേർന്ന് ആ വിഗ്രഹം മോഷ്ടിച്ച് അവിടുന്ന് എടുക്കുകയാണ്. എടുത്തിട്ട് അത് മേനോനെ അറിയിക്കുമ്പോൾ മേനോൻ ഉടനെ പൃഥ്വിയെ വിളിച്ചിട്ട് പറയും, അതെ, അല്ല, അതിനു മുമ്പ് ഈ മോഷണം പോയ കാര്യം നമ്മുടെ പൂർണിമയാണ് ആദ്യം അറിയുന്നത്. പൂർണിമയെ അവര് വിളിച്ചു പറയുന്നു. അങ്ങനെ പൂർണിമ ചെറിയ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരുന്നു. അപ്പൊ അവിടെ കിരണുണ്ട്, ദുർഗയുണ്ട്, സഹദേവൻ, എല്ലാരും ഉണ്ട്. അപ്പൊ പൂർണിമ പറയും, ചെറിയച്ഛൻ നമ്മുടെ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയി എന്ന് പറയും. അപ്പൊ എല്ലാരും ഞെട്ടുവേ, മോഷണം പോയിന്നു, അതെങ്ങനെ, അത് കള്ളത്താക്കോലിട്ട് ആരോ തുറന്നയാണെന്ന് പറയുകയാണ്. അപ്പൊ പൃഥ്വി മുകളിൽ നിന്നതെല്ലാം കേൾക്കുകയാണ്. അപ്പൊ ദുർഗ പെട്ടെന്ന് പറയും, ചേച്ചി പോലീസിനെ അറിയിച്ചു, ചേച്ചിക്ക് മുകളിലൊക്കെ നല്ല ഇടപാടുള്ളതല്ലേ, ഒന്ന് പ്രഷർ ചെയ്യാൻ പറയാം. അപ്പൊ പറയും, ഞാൻ വിളിച്ചു ദുർഗയെ, എന്തായാലും അവർ അന്വേഷിക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്ന് പറയുകയാണ്. അപ്പൊ പൃഥ്വിക്ക് ആകെ ടെൻഷനാവും. അങ്ങനെ പൃഥ്വി ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറുമ്പോഴത്തേനും മേനോൻ വിളിച്ചിട്ട് പറയും, പൃഥ്വി, നിന്റെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് എടുത്തിട്ട്. അപ്പൊ പൃഥ്വി പറയാം, അത് വേണ്ടായിരുന്നു പറയാം, നീ അങ്ങനെയാണോ പറയുന്നത് പറയാം, അവർക്ക് നീ വേണ്ട സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്ന് പറയും. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ തന്നെ പേടിയാന്ന് പറയും. അപ്പൊ പറയും, നീ ഇനിയിപ്പൊ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അഥവാ നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ ഇവര് സംസാരിച്ചതിന് ശേഷം നമ്മളെ കാണിക്കുന്ന ഒരു സീനുണ്ട്, അയ്യോ, അത് പറയാൻ വയ്യ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ചന്ദ്രസേന എന്നാണ് ഈ മേനോൻ എന്നുള്ളത്. ഒരു കടലിന്റെ തീരത്തിരിക്കുന്നതാണ് ചന്ദ്രസേനനെയാണ് കാണിക്കുന്നത്. അപ്പം മേനോൻ എന്ന് പറയുന്നത് ഈ ചന്ദ്രസേനനാണ്. ആരുടെ? പൃഥ്വിയുടെ അമ്മയുടെ ആങ്ങളെ എന്ന് പറയുന്ന ആള്. അത് ആർക്കും അറിയില്ല. അപ്പൊ അയാൾ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. മറ്റേ ആൽബീനെ കൊന്നത്, പൃഥ്വിയെ പേടിപ്പിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അയാൾ സ്വയം ഇങ്ങനെ ഇത് ചെയ്യുക. അതുപോലെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ട് എല്ലാവരെയും കയ്യിലെടുക്കുന്നത്, പിന്നീട് സ്വയം പറയുന്നു, ആ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ ഞാൻ കൈക്കലാക്കുകയാണ്, അതാണ് എന്റെ ആവശ്യം, നിന്നെയൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കുക. അത് അയാളുടെ ആവശ്യവും ഇന്ദ്രപ്രസ്ഥവും കുടുംബവും ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് പൃഥ്വിയെ തന്നെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ പൃഥ്വിക്ക് ആകെ ടെൻഷനാവും, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പൊ ഈ ഗുണ്ടകൾ രണ്ടുപേരും കൂടെ പൃഥ്വിയെ വിളിക്കുന്നു. മേനോൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഞങ്ങളൊക്കെ എവിടെയാ സ്ഥലം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചോദിക്കുക. അപ്പൊ പറയും, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ വരാന്ന് പറയണം. അങ്ങനെ പൃഥ്വി ഇറങ്ങുന്നു. അതിന്റെ ഇടയിൽ ധനുമോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പൊ ദുർഗ ധനുമോളൊക്കെ എടുക്കുന്നു. അതിനുശേഷം ചെറിയച്ഛനും നമ്മുടെ സഹദേവനും
പൂർണിമയും കൂടെ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ അവര് വിശ്വാസത്തിന്റെ കാര്യമൊക്കെ പറയുന്നു. അവര് പറയുന്നു ആ വിഗ്രഹം ആര് മോഷിച്ചാലും അവൻ അനുഭവിച്ചേ പോകത്തുള്ളൂ, അവന്റെ തലമുറ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറയണം. അപ്പൊ പൃഥ്വി പറയാം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ പെട്ടെന്ന് മഹാദേവൻ പറയും അങ്ങനെയുണ്ട് മോനെ, നിനക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ തന്നിട്ടുള്ളത് നിനക്ക് അറിയത്തില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. അപ്പൊ പൃഥ്വി പറയും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അതൊന്നും നിനക്ക് തോന്നലാണ്, അത് നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നിനക്ക് മനസ്സിലാവുമോ എന്ന് പറയാണ്. അപ്പൊ പൃഥ്വി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, എന്താ ചെയ്യണം എന്നറിയാത്തെ. അപ്പൊ ദുർഗയും കിരണും അവർക്ക് മനസ്സിലായി അവരുടെ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ മോഷണം പോകുന്നത്. അപ്പൊ ദുർഗ പറയുന്നത് എന്തായാലും ഇവർ ഒറ്റ വിഗ്രഹമായിട്ട് കൊണ്ടുപോകത്തില്ല, ബാക്കി സ്ഥലങ്ങളിലൂടെ വിഗ്രഹം കൊണ്ടുപോകും, നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അവരും അതിനുവേണ്ടി മേനോനെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരും ഇറങ്ങുകയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്